ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയമായ കാര്യങ്ങൾ പറയുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു നാരങ്ങ കാണിക്കാം. ഒരു നാരങ്ങ മതി ധനസ്തംഭനം മാറിക്കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു നാരങ്ങ കൊണ്ട് ധനസ്തംഭനം മാറുമോ? ചെയ്തു നോക്കുക. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ചിലപ്പം വലിയ കാര്യങ്ങൾ കൊണ്ട് നടക്കാത്ത കാര്യം, വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് നടക്കാത്ത കാര്യം ഈ ഒരു ചെറിയ കാര്യം കൊണ്ട് ചിലപ്പം മാറിയിട്ടുണ്ട്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഇത് നിങ്ങളുടെ വിശ്വാസവും ഒക്കെ പോലെ ഇരിക്കും. ആ ബലം വരുന്നതും വരാത്തതല്ല. ഒരു നാരങ്ങ കൊണ്ട് ചില കാര്യങ്ങൾ സാധിച്ചവരുണ്ട്. വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് നടക്കാതെ ഈ നാരങ്ങ കൊണ്ട് കാര്യങ്ങൾ സാധിച്ചവരുണ്ട്. അപ്പം ഞാനത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. കേട്ടിട്ട് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുമെങ്കിൽ, ഞാൻ നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ, ചെയ്ത് നോക്കുക. ചെയ്യുവാണെങ്കിൽ വിശ്വാസത്തോടെ അത് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണം. അത് പ്രയോജനമുണ്ടാകും. അപ്പം അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ഒരു കാര്യം പറയാം. ചില വഴിപാടുകൾ ചിലപ്പം ചില ക്ഷേത്രങ്ങളിൽ കാണത്തില്ല. അപ്പം നമ്മൾ വേറെ ആ വഴിപാടുകൾ ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ അന്വേഷിച്ച് കണ്ടെത്തി നമുക്ക് ആവശ്യമുണ്ട് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ വഴിപാടുകളും കാണണമെന്നില്ല. ചിലയിടത്ത് ചില കാര്യങ്ങൾ ചെയ്യത്തില്ല. അപ്പം നമുക്ക് അവരുടെ ആ രീതി അംഗീകരിക്കുക ആണ് ചെയ്യേണ്ടത്. പറ്റുന്നിടത്ത് പോയി ചെയ്യുക, അത്രയേ ഉള്ളൂ. ചിലയിടത്ത് ചെമ്പരത്തിമാല ഈ വിഗ്രഹത്തെ ചാർത്തത്തില്ല. എന്നാൽ നമ്മുടെ ഇവിടെയൊക്കെ ചെമ്പരത്തിമാല ചാർത്തും. അത് ചെയ്യുന്നവർക്കൊക്കെ നല്ല ഉയർച്ചയുണ്ട്. ചിലയിടത്ത് അത് ചെയ്യാറില്ല. അതിപ്പോൾ അത് ഓരോരുത്തരുടെ രീതിയായിരിക്കും. അപ്പോൾ ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. അവിടെ പോയി അന്വേഷിക്കുക. നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യുക. നമുക്ക് നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി ആവശ്യമുള്ളത് നമ്മൾ ചെയ്യുക. ആരും ഇങ്ങോട്ട് കൊണ്ടുവന്നൊന്നും തരത്തില്ല. നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നമുക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, നോക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പ് നമ്പർ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എപ്പോഴും ഇടുന്നുണ്ട്. ആവശ്യമുള്ളവർ ആ വാട്സപ്പ് നോക്കുക, നമ്പർ നോക്കിയിട്ട് വാട്സപ്പിൽ ഇടുക. ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട്. അതുകൊണ്ട് എല്ലാ മെസ്സേജിനും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചിലപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാലും ചിലപ്പോൾ വാട്സപ്പിൽ എടുക്കും. പക്ഷെ അത് വായിക്കാനോ അത് നോക്കാനോ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് പറ്റുന്നവർക്ക് ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ. അത് എങ്ങനെ ചെയ്യുന്നെന്ന് ഞാൻ പറയും. കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന, ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും ഇത് സ്വയം ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഞാനൊരു ശിവയോഗിയാണ്. അപ്പം ആ നിലയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ശിവ എല്ലാ ശിവപാദങ്ങളിൽ സ്മരിച്ചുകൊണ്ട് ആണ് പറയുന്നത്. എല്ലാം ഭഗവാന്റെ മഹത്വം, ഐശ്വര്യം, എല്ലാം ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ്. ശിവോഹം ശിവ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഒരു നാരങ്ങ കൊണ്ട് ഇപ്പോൾ എന്തോ ചെയ്യാൻ പറ്റുന്നത് ചിലർ വിചാരിക്കും. അത് ഈ ഞാൻ ശിവയോഗി എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും ഇയാൾ ശിവയോഗിയാണോ. അപ്പോൾ അതൊക്കെ അതിനെക്കുറിച്ചൊന്നും, ശിവയോഗി എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗിച്ച് നടക്കുന്നവരല്ല. നമ്മളൊക്കെ ഗുരു പരമ്പരയിൽ നിന്ന് വിദ്യ കിട്ടി ഭ്രൂമധ്യത്തിൽ ആ പ്രാണനെ കൊണ്ടു നിർത്തി അതിൽ ലയിച്ചിരിക്കുന്ന സൂക്ഷ്മമായ ആ സാക്ഷാൽ ശിവൻ്റെ ആ വിദ്യ ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പലർക്കും കേട്ടുകേൾവി പോലും കാണത്തില്ല. മനസ്സിലായല്ലോ. കണ്ടവനോ മിണ്ടില്ല, മിണ്ടിയവനോ കണ്ടിട്ടില്ല എന്നാണ് അഗസ്ത്യർ ആ പരമാത്മ ആ ബോധത്തെക്കുറിച്ച് പറയുന്നത്. എന്നുവെച്ചാൽ ശിവനെ അനുഭവിച്ചവർക്ക് മിണ്ടാൻ പറ്റത്തില്ല. മിണ്ടിയവനോട്ട് കണ്ടിട്ടുമില്ല. മിണ്ടിയവൻ പറയുന്ന വേറെ അവൻ്റെ അറിവുകളാണ്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഏതൊരു കാര്യവും ശരിയായിട്ട് അറിയാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ഈ വിദ്യ പറഞ്ഞു തരാം. ഇതാവശ്യമുള്ളവർ ചെയ്യുക. എല്ലാം നല്ല കാര്യങ്ങളാണ്. അപ്പം
വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഒരു നാരങ്ങ വാങ്ങുക. രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് കുളിമുറിയിൽ നിന്നോ വെളിയിൽ നിന്നോ എവിടെ വേണമെങ്കിലും ചെയ്യാം. ഇതാരും കാണാതെ ചെയ്യുന്നതാണ് ഫലം. അതുകൊണ്ട് ആ കുളിമുറിയിൽ നിന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സമ്പത്താണ്, സാമ്പത്തിക സ്തംഭനം മാറാനാണ് എങ്കിൽ ഇതെല്ലാത്തിനും ചെയ്യാം. പ്രധാനമായിട്ട് സാമ്പത്തികമാണല്ലോ പ്രശ്നം എല്ലാവരുടെയും. അപ്പോൾ സാമ്പത്തിക സ്തംഭനം മാറാനാണെങ്കിൽ നിങ്ങൾക്ക് ആ സമ്പത്തിനെക്കുറിച്ച്, ധനത്തെക്കുറിച്ച് മനസ്സിൽ നിങ്ങൾ കാണണം. കണ്ടിട്ട് നിങ്ങൾ ഹും ഫട്ട്, ഇത് ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിടാം. അങ്ങനെ അത്രയും മാത്രം ജപിക്കുക. വാ കൊണ്ട് ഹും ഫട്ട്, നിങ്ങൾക്ക് കേൾക്കാൻ ശബ്ദത്തിൽ ജപിക്കുമ്പോൾ ഹും ഫട്ട് ഇങ്ങനെ ജപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഹും ഫട്ട് എന്ന് വെച്ചാൽ ഉറച്ച വാക്കുകളെ, ഉറച്ച ശബ്ദം ഉറച്ച മനസ്സിൽ നിന്ന് വരുന്നു. ഉറച്ച മനസ്സുള്ളവനെ അവൻ്റെ പ്രാർത്ഥനകളെ അല്ലെ അവൻ്റെ വിഷ്വലൈസേഷൻ ഒക്കെ പെട്ടെന്ന് ഫലം കാണും. ഉറച്ച മനസ്സിൽ നിന്ന് വരണം. എന്ന് വെച്ചാൽ നാട്ടുകാർ കേൾക്കണമെന്നല്ല പറഞ്ഞാൽ നമുക്ക് കേൾക്കുന്ന ശബ്ദത്തിൽ ഹും ഫട്ട് ഇങ്ങനെ കേട്ട് ഒരു കാര്യമില്ല, വെറുതെ സമയം കളയാന്നുള്ളൂ. ഹും ഫട്ട് ഒരു തവണ പറഞ്ഞാൽ മതി. ഇത് ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിടുന്നുണ്ട്, അവിടെ നോക്കണം. ഈ ഹും ഫട്ട് എന്ന് ഞാൻ എഴുതിയിടുന്നുണ്ട്. അങ്ങനെ ആ ധനത്തെ ചിന്തിച്ച് ജപിക്കണം. ധനത്തെ ചിന്തിച്ച് ജപിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? കയ്യിൽ ധനം വെച്ചിട്ട് ചിന്തിച്ച് ജപിക്കുക എന്നാണ് അല്ല. അതിനും ഒരു രീതിയുണ്ട്, ഒരു മെത്തേഡുണ്ട്. എന്താണെന്നറിയാം? അതായത് മഹാലക്ഷ്മിയുടെ കയ്യിൽ ഒരു കുടം ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ആ കുടത്തിൽ നിന്നും സ്വർണ്ണ നാണയം ഇങ്ങനെ നിങ്ങളിലേക്ക് വർഷിക്കുന്നതായിട്ട്, നിങ്ങളിലേക്ക് ഇങ്ങനെ പെയ്യുന്നതായിട്ട് സങ്കല്പിച്ചു വേണം കണ്ണു തുറന്ന് തന്നെ ഹും ഫട്ട് എന്ന് ജപിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ഇതൊരു ഗുരുവിനെ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. ചുമ്മാ പുസ്തകത്തിൽ അവിടെ ഇവിടെ കാണുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇവിടെ കേൾക്കുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജ്ഞാനങ്ങളാണ്. ആ ജ്ഞാനങ്ങൾ പല വിധമുണ്ട്. കണ്ടറിവുണ്ട്, കേട്ടറിവുണ്ട്. അനുഭവജ്ഞാനമാണ് ഏറ്റവും വലിയ ജ്ഞാനം. ഒരു ഗുരുവും ആചാര്യൻ തമ്മിൽ വ്യത്യാസമുണ്ട്. ആചാര്യൻ പറഞ്ഞു തരുന്നത് അറിവാണ്, അത് ആചാര്യൻ പഠിച്ച കാര്യങ്ങളാണ്. ഗുരു പറഞ്ഞു തരുന്നത് അനുഭവിച്ച ജ്ഞാനമാണ്, അനുഭവജ്ഞാനമാണ്. അതുകൊണ്ട് തന്നെ ഗുരുവിന് ഒരു ശിഷ്യനെ ചൈതന്യം പകർന്നു നൽകാൻ പറ്റും. അതുകൊണ്ടാണ് ഗുരുവിൽ നിന്ന് കിട്ടുന്ന വിദ്യ ഫലം കാണുന്നത്. അല്ല ചുമ്മാ അവിടെ ഇവിടെ കേൾക്കുന്നതൊന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. മനസ്സിലാകുന്നുണ്ട്? നമ്മളൊക്കെ അങ്ങനെ ഒരു പരമ്പരയുടെ ഭാഗമായിട്ട് വിദ്യ ചെയ്യുന്നവരാണ്. അപ്പം ഗുരുവിൻ്റെ പ്രാധാന്യം എന്താണ്? ഗുരുവിന് ചൈതന്യം പകർന്നു കൊടുക്കാൻ പറ്റും. അപ്പോഴാണ് ഒരുത്തൻ്റെ തലയവര മാറുന്നത്, ജീവിതം മാറുന്നത്. അത് ഗുരുവിനെ പറ്റത്തില്ല. അതുകൊണ്ട് അതെന്തുകൊണ്ടാണ്? ഗുരു തപസ്സിലൂടെ ജ്ഞാനം, അനുഭവം. ജ്ഞാനം എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥം അനുഭവം, അറിവല്ല. പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവല്ല, അനുഭവിച്ച ജ്ഞാനം, ഉള്ളിലുണ്ടായ അനുഭവം, ആ ചൈതന്യം ഗുരുവിന് പകർന്നു കൊടുക്കാൻ പറ്റും ശിഷ്യന്. അങ്ങനെയുള്ളവർക്ക് ഇത് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കറക്റ്റ് മെത്തേഡ് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു തരുന്ന ശരനൂൽ വിദ്യ ആരും പറഞ്ഞു തരത്തില്ല. അത് എത്രയോ വീഡിയോ കാണുന്നവർക്ക് എത്രയോ അനുഭവങ്ങളാണ്. ഭദ്രകാളി വിദ്യ, ശാസ്ത്രത്തിലുള്ള ചില ബീജങ്ങളുടെ പ്രയോഗം, അതിനൊന്നും എതിരില്ലാത്ത വിദ്യകളാണ്. പക്ഷെ നമ്മളതൊന്നും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ പറഞ്ഞു തരാറുള്ളൂ. ഈ അറ്റം മൂലം പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ അങ്ങനെയുള്ള കാര്യങ്ങളെ പുറകെയൊന്നും പോകരുത്. ഇതുപോലെയുള്ള ശരിയായ ജ്ഞാനത്തിൻ്റെ പുറകെ പോകാവുള്ളൂ. നിങ്ങൾ ഈ വിദ്യ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? കുടത്തിനകത്തുനിന്ന് സ്വർണ്ണ നാണയം, ഗോൾഡ് കോയിൻസ്, അല്ലാതെ നിങ്ങൾ പണം ചിന്തിക്കേണ്ട. ഗോൾഡ് കോയിൻസ്, സ്വർണ്ണ നാണയങ്ങൾ മഹാലക്ഷ്മിയുടെ കയ്യിരിക്കുന്ന കുടത്തിൽ നിന്ന് നിങ്ങളിലേക്ക് പെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് ഹും ഫട്ട് എന്ന് ഒരു തവണ പറയുക. അതിനുശേഷം നിങ്ങൾ അല്പം വെള്ളം കയ്യിലെടുത്തിട്ട് വായിലൊന്ന് അല്പനേരം വായിലോട്ട്, നല്ല വെള്ളമായിരിക്കണം കേട്ടോ, വായിലോട്ട് പിടിച്ച് ഒരു സെക്കൻഡ് ഇങ്ങനെ വായി ഹോൾഡ് ചെയ്ത ശേഷം അത് നീട്ടി തുപ്പിക്കളയുക. ഒന്നും ചിന്തിക്കണ്ട. അപ്പോൾ ഈ ഹുംഫട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സ്വർണ്ണ നാണയം ഭക്ഷിക്കുന്ന ഒന്നും ചിന്തിക്കണ്ട. എനിക്ക് പണം വരുമ്പോൾ ഒന്നും ചിന്തിക്കണ്ട. ബ്ലാങ്ക് മനസ്സായിരിക്കണം. ആ ബ്ലാങ്ക് ഹുംഫട്ട് പറയുക.
കുംഫട്ട് പറയുമ്പോൾ ഫട്ട് എന്ന് പറയുമ്പോൾ ആ മഹാലക്ഷ്മിയുടെ കയ്യിരിക്കുന്ന കുടത്തിൽ നിന്ന് സ്വർണ്ണ നാണയം നമ്മളിലേക്ക് വർഷിക്കുന്നതായിട്ട് പെയ്യുന്നതായിട്ട് ചിന്തിക്കണം. പിന്നെ ഒന്നും ചിന്തിക്കേണ്ട. അല്പം വെള്ളം എടുത്ത് വായിലൊന്ന് പിടിച്ച ശേഷം വായിൽ നമ്മളിങ്ങനെ വായിലേക്ക് അല്പം വെള്ളം ഇങ്ങനെ പിടിച്ച് ശേഷം അപ്പോൾ ഒന്നും ചിന്തിക്കരുത്. വെള്ളം നീട്ടി തുപ്പിക്കളയുക. അപ്പോഴെല്ലാം നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ വലത് കയ്യിൽ ഈ നാരങ്ങ ഇങ്ങനെ പിടിക്കണം, ചുരുട്ടി പിടിക്കണം. ഇത് കാണരുത്. നിങ്ങൾ കാണാത്ത രീതിയിൽ നിങ്ങളുടെ നെഞ്ചോട് ചേർത്തോ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ സൈഡിലായിട്ട് ചേർത്തോ എങ്ങനെ വേണമെങ്കിലും പിടിക്കാം. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഇടത് നെഞ്ചിൻ്റെ സൈഡിലായിട്ട് ചേർത്ത് പിടിക്കുവാണെങ്കിൽ നല്ലതാണ്. വലത് കൈയിൽ നാരങ്ങ പിടിച്ച് ഇടത് നെഞ്ചിൻ്റെ സൈഡിലായിട്ട് പിടിക്കുവാണെങ്കിൽ നല്ല, അല്ലെ വലത് നെഞ്ചിൻ്റെ സൈഡിലായിട്ട് പിടിച്ചാൽ കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ നാരങ്ങ പിന്നെ നിങ്ങളിങ്ങനെ കാണാത്ത രീതി വേണം പിടിക്കാൻ. മനസ്സിലായി? പിന്നെ കാണേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം കുംഫട്ട് ജപിക്കാനും അപ്പം മഹാലക്ഷ്മിയുടെ കയ്യിരിക്കുന്ന സ്വർണ്ണ നാണയം നിങ്ങളിലേക്ക് വർഷിക്കുന്നതായിട്ട് വിചാരിക്കാനും. ഇതെല്ലാം ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. അധികം പറയാൻ വിട്ടുപോയിരുന്നു. എന്നിട്ട് വെള്ളം എടുത്തിട്ട് നിങ്ങളൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ ദീർഘമായിട്ട് തുപ്പിക്കളയേണ്ട എല്ലാം ഇതിങ്ങനെ കൈ പിടിച്ചിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇത് കൈ പിടിക്കുക. എന്നിട്ട് പിന്നെ ഈ നാരങ്ങ നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കരുത്. ഈ നാരങ്ങ ഇത്രയും ചെയ്ത ശേഷം നിങ്ങൾ പിന്നെ ഈ ആദ്യം ചിന്തിക്കുന്ന അല്ലാതെ ഈ ധനം വർഷിക്കുന്ന പിന്നെ ചിന്തിക്കേണ്ട. കുംഫട്ട് പറഞ്ഞ് ചിന്തിച്ചു, മഹാലക്ഷ്മിയുടെ കയ്യിരിക്കുന്ന കുടത്തിൽ നിന്ന് സ്വർണ്ണ നാണയം വർഷിക്കുന്നതായിട്ട് ചിന്തിച്ചു, കുംഫട്ട് പറഞ്ഞു, പിന്നെ ഒന്നും ചിന്തിക്കേണ്ട. പിന്നെ ഒരു ബ്ലാങ്ക് മനസ്സായിരിക്കണം. എന്നിട്ടാണ് വെള്ളമെടുത്ത് ഇങ്ങനെ ദീർഘമായിട്ട് തുപ്പിക്കളയുന്നു. അതിനുശേഷം ഈ നാരങ്ങ കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് ദൂരെയുള്ള എവിടെയെങ്കിലും ഒഴുക്കുവെള്ളമുണ്ട് അവിടെ കൊണ്ട് കളയുമ്പോൾ ആരും കാണാതെ കളയുന്നതാണ് നല്ലത്. ഇനി കണ്ടാലും കുഴപ്പമൊന്നുമില്ല, കാണാൻ കളയാൻ നല്ലത്. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴും ആരും കാണാതെ ചെയ്യുന്ന കുളിമുറയെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ നിന്ന് ദൂരെ മാറി, ഇപ്പം വീടൊന്നും ഇല്ലാത്ത മനുഷ്യവാസം ഇല്ലാത്ത വെളിപ്പുറമുണ്ട് അവിടെ കളയാം, അല്ലെങ്കിൽ ഒഴുക്കുവെള്ളത്തിൽ കളയാം, എവിടെ വേണമെങ്കിലും ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ കളയുക കേട്ടോ. നാരങ്ങയല്ലേ, കുഴപ്പമൊന്നുമില്ല, അത് വെള്ളത്തിൽ കളഞ്ഞാലും മതി കേട്ടോ, സൗകര്യം പോലെ ചെയ്യുക. അപ്പോൾ ഇത് ശനിയാഴ്ച ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ശനിയാഴ്ച ചെയ്യുന്ന കുറച്ചുകൂടി നല്ലതാണ്. ഇനി അതല്ല ഏത് ദിവസം ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഫലമാകും കേട്ടോ. ശനിയാഴ്ച കുറച്ച് നല്ലതായിട്ട് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ശനിയാഴ്ചകൾ വേണേൽ ആവർത്തിക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ഏത് ദിവസം ചെയ്യാനത് കുഴപ്പമില്ല, ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ദിവസം ചെയ്താൽ അടുത്ത ആഴ്ച ആ ദിവസം ചെയ്താൽ മതി. ഇന്ന് തിങ്കളാഴ്ച ചെയ്തെങ്കിൽ അടുത്ത ദിവസം തിങ്കളാഴ്ച ചെയ്താൽ മതി. ഞായറാഴ്ച ചെയ്താൽ അടുത്ത ഞായറാഴ്ച ചെയ്താൽ മതി. ചൊവ്വാഴ്ച ചെയ്തെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച ചെയ്താൽ മതി. അങ്ങനെ ഓരോ ആഴ്ചയിലും രാവിലെ ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളത് ശരിയായ ആ മൈൻഡ് നിങ്ങളുടെ ആ ചെയ്യുന്ന കാര്യത്തിൽ ശരിയായിട്ട് ചെയ്താൽ അത് ഫലം ഉണ്ടാകും. ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആ കാര്യത്തിൽ വരുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല, വെറുതെ സമയം കളയാന്നുള്ളൂ. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടെന്ന് ഞാൻ പറയാം. ശരിയായിട്ട് ചെയ്യാവുന്നുള്ളവർ ചെയ്യാമല്ലോ, അതൊരു ചെയ്യേണ്ട, അവനവൻ്റെ ആവശ്യം പോലെ ചെയ്യാം. ഇത് ധനസ്തംഭനം മാറാൻ നല്ലതാണ്. ധനം വരുവാനും പുതിയ വരുമാന മാർഗങ്ങൾ വരുവാനും മാത്രമല്ല, ഈ നാരങ്ങയൊക്കെ ദൃഷ്ടിദോഷത്തെ മാറ്റാനുള്ളൊരു പ്രത്യേക ശക്തിയുണ്ട്. ഈ ദൃഷ്ടിദോഷം എന്ന് ചെറിയൊരു കാര്യമല്ല. അതായത് ചില വ്യക്തികളുടെ പവർഫുള്ളായിട്ടുള്ള നെഗറ്റീവ് ചിന്താഗതി മറ്റുള്ള മനസ്സിന് പവർ കുറഞ്ഞവരെ ബാധിക്കാം, അല്ലെ മനസ്സിന് സംശയമുള്ളവരെ. മനസ്സിന് നല്ല പവറുള്ളവരെ ഒന്നും ബാധിക്കത്തില്ല, അല്ലാത്തവരെ ബാധിക്കാം. അതായത് ഇപ്പം ഒരാളുടെ മൈൻഡിനേക്കാൾ കൂടുതലാണ് അയാളെക്കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കുന്നവരുടെ മനസ്സിന് ശക്തിയെങ്കിൽ ഈ മനഃശക്തി കുറഞ്ഞവരെ അത് ബാധിക്കും. അപ്പോൾ അത് ഒരു ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണേർ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അത് സാമ്പത്തികത്തെ പിടിച്ചുലയ്ക്കും. നമ്മൾ ഇപ്പോൾ കണ്ണേറുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന എങ്ങനെയാണെന്നറിയോ, ഏത് കാര്യവും പൂർത്തീകരിക്കാൻ പറ്റത്തില്ല, ഇട്ടിട്ട് പോകും. അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പം പിന്നെ അത് ചെയ്യണമെന്ന് തോന്നത്തില്ല. ഇങ്ങനെയുള്ളവർ അലസത, മടി, സർവ്വകാര്യങ്ങളിലും പരാജയം, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. ഇനിയും ഇത് വശ്യത്തിന് വേണ്ടി ചെയ്യുക. ഒരാൾ പണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് അയാൾക്ക് വേണ്ട ഒരു വണ്ടിയുണ്ട്. അപ്പോൾ വേറൊരാളുടെ പറമ്പിൻ്റെ സൈഡിൽ കൂടെ അയാൾ വണ്ടി അകത്തേക്ക് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അയാൾ പറയുന്നത് അവിടെ വഴിയുണ്ടെന്നോ ഒക്കെ പറയുന്നത്, എനിക്കറിയില്ല, കുറേ വർഷം മുമ്പുള്ള കാര്യം. അപ്പം ഇപ്പോൾ ആ വഴിയിൽ കൂടെ പൊതുവഴി ആയിരിക്കണം, എനിക്കറിയില്ല. ഏതായാലും ആ വഴി പ്രശ്നമാണ്, അത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ അതുവഴി വഴിയിൽ കൂടെ കയറിപ്പോകാൻ പറ്റത്തില്ലെന്നോ അങ്ങനെയായിട്ട് പറഞ്ഞെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു നാരങ്ങ ഇതുപോലെ കൈ പിടിക്കണം. ആരും കാണണ്ട, ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ മതി. വലത് കൈ ചുരുട്ടി പിടിക്കുക.
എന്നിട്ട് നിങ്ങൾ ഇയാളോട് പോയി വഴി ചോദിക്കുക, ഇങ്ങനെ ഇതുവഴി വണ്ടി കയറ്റിക്കൊണ്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നതിന് മുമ്പായിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് ചെയ്തിട്ട് ചോദിക്കുക. നിങ്ങൾ ആ വ്യക്തിയെ ചിന്തിച്ചിട്ട് ഈ ഹും ഫട്ട് ജപിച്ചിട്ടൊന്ന് തുപ്പുക. പിന്നെ ഈ നാരങ്ങ നിങ്ങൾ എവിടെയെങ്കിലും പിന്നെ കണ്ണുകൊണ്ട് നോക്കണം കൊണ്ട് കളയുക. എന്നിട്ട് ചെന്ന് വഴിയുടെ കാര്യം ചോദിക്കുക. വഴി കിട്ടി പുള്ളിക്ക്. അത് വഴി കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനുള്ള അനുമതി കൊടുത്തു വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ. പുള്ളിക്ക് ആ പ്രശ്നം പരിഹരിച്ചു. പല കാര്യം ചെയ്തിട്ടും പറഞ്ഞിട്ട് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വലിയ പല കാര്യങ്ങളും ചെയ്താൽ ചിലപ്പോൾ ചിലതൊന്നും നടക്കത്തില്ല. അങ്ങനെയല്ല, ഇതൊക്കെയാണ് ചെയ്യേണ്ട അറിയേണ്ട ചില പ്രയോഗങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്. അപ്പോൾ നാരങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന നല്ല സാധനം. പിന്നെ ബാക്കി ഇതിനകത്ത് നമ്മുടെ മൈൻഡാണ് വർക്ക് ചെയ്യുന്നത്. നല്ല ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. വലിയ കാര്യങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളല്ല, ഇങ്ങനെയുള്ള ചില വിദ്യകളാണ് വലിയ കാര്യങ്ങൾ നടത്തി തീർന്നത്. പറഞ്ഞാൽ മനസ്സിലാവുന്നത്. ഇതെങ്ങനെ ഇപ്പം ഹിമാലയത്തിൽ ഇരിക്കുന്ന മഹർഷിമാരായിക്കോട്ടെ, യോഗികളായിക്കോട്ടെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ 10 പേജുള്ള മന്ത്രമൊന്നും അല്ല ജപിക്കുന്നത്. ഒരക്ഷരമായിരിക്കും ഒരു പ്രത്യേക രീതിയിൽ പ്രാണനെ എടുത്ത് പ്രത്യേക രീതിയിൽ അവർ ചെയ്യുന്നത്. പല വിദ്യകളുണ്ട്, പല യോഗികൾക്കും പല വിദ്യകളുണ്ട്. ഇപ്പം വല്ലദാർ സ്വാമിയുടെ അതൊരു പ്രത്യേക വിദ്യയാണ്. കാകാബുസുണ്ടരി എന്ന പ്രത്യേക വിദ്യയാണ്. ഗോരക്കറുടെ പ്രത്യേക വിദ്യയാണ്. അതുപോലെ അഗസ്ത്യര്, അങ്ങനെ അവരെല്ലാം പ്രത്യേകമായ ആ ശിവനിൽ നിന്ന് വന്ന ഓരോരോ വിദ്യകളാണ്. അപ്പോൾ അതൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള മന്ത്രങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ അതൊക്കെ പ്രത്യേക ലളിതമായ കാര്യങ്ങളാണ്. കൂടുതൽ ലളിതമെന്ന് വെച്ചാൽ അതവർ ആവർത്തിച്ച് അതിനുവേണ്ടി ഒരു ത്യാഗം, ഡെഡിക്കേഷനൊക്കെ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ മന്ത്രങ്ങളോ ഒന്നുമല്ല. ചെറിയ ചെറിയ വിദ്യകളായിരിക്കും, ചെറിയ ചെറിയ മന്ത്രങ്ങളും ചെറിയ ചെറിയ അക്ഷരങ്ങൾ പോലും ആയിരിക്കും ഉപാസിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് അറിവ്. അല്ലാതെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളല്ല, ശരിയായ രീതിയിൽ ജ്ഞാനമാണ് ജീവിതം മാറ്റുന്നത്. ഇനിയും ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യം, ഈ രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങൾ ഇടത് സൈഡ് ചെരിഞ്ഞ് കിടക്കണം. ചെരിഞ്ഞ് കിടന്നിട്ട് നിങ്ങൾ ശിവായ നമാന്ന് മനസ്സ് ജപിക്കണം. എന്നിട്ട് ഭഗവാനോട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം നടത്തി തരണേ ഭഗവാനെ എന്ന് പറയണം. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇത് നിങ്ങൾ നിത്യേന വൈകുന്ന രാത്രി കിടക്കുമ്പോൾ കിടന്നു കഴിഞ്ഞാൽ ഉടനെ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല, പറഞ്ഞുതരാൻ പറ്റത്തില്ല. പറഞ്ഞുതരാൻ അത് അറിയണമല്ലോ, അറിയാതെ പറഞ്ഞുതരാൻ പറ്റും. അത് അറിയണമെങ്കിൽ അത് എങ്ങനെ കിട്ടത്തുള്ളൂ? അത് ആ ഒരു വലിയൊരു പരമ്പരയുടെ ഭാഗമായിട്ട്, അല്ലെ ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടണം. എന്നാൽ ലളിതമായ കാര്യമാണ്, ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത കാര്യമാണ്. എത്ര ജന്മങ്ങൾ ജനിച്ച് മരിച്ചാലും കിട്ടാത്ത അറിവായി പറഞ്ഞു തരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കുമുള്ള വിദ്യകൾ. പറഞ്ഞ് മനസ്സിലാകുന്നു. അല്ലാതെ ചുമ്മാ കുറേ കാര്യങ്ങളൊന്നുമല്ല. ശരിക്കുമുള്ള ജ്ഞാനമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് രാത്രി കിടക്കുമ്പോൾ ഇടത് സൈഡ് ചൊരിഞ്ഞ് കിടക്കുക. എന്നിട്ട് ശിവായ നമ ഓം ചേർക്കേണ്ട, മനസ്സ് ജപിക്കുക. അത് ജപിക്കുമ്പം ഒരു 3 തവണ മനസ്സ് ജപിക്കുക. ജപിക്കുമ്പോൾ ഹൃദയത്തിൽ ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ വെറുതെ എങ്ങനെ വേണമെങ്കിലും മനസ്സിൽ ജപിക്കാം. മനസ്സുകൊണ്ട് ജപിച്ചാൽ മതി. ഹൃദയത്തിൽ ഒരു ശിവലിംഗം ധ്യാനിച്ച് ജപിക്കുവാണ് നല്ലത്. അല്ലാതെ ജപിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാം. കണ്ണടച്ച് ജപിക്കുക 3 തവണ. എന്നിട്ട് ഭഗവാനോട് നിങ്ങൾക്ക് വേണ്ട കാര്യം പറയുക. ഒരു കാര്യം പറയാവൂ, സാധിച്ചു തരണമെന്ന് പറയുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നിത്യേന ചെയ്യുക. ഒരു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ വേറൊരു കാര്യം സാധിക്കാം. ഈ വിദ്യ ആരോടും പറയരുത്. മനസ്സിലായോ? ഭാര്യ ചെയ്യുന്നുണ്ടെങ്കിൽ ഭാര്യയുടെ കൈ ഇരിക്കേണ്ടത്. ഭർത്താവിനോട് സ്നേഹം വരുമ്പോൾ ഒന്നും പറയരുത് എന്ന് വെച്ചാൽ ഇതൊക്കെ ചില രഹസ്യവിദ്യകളാണ്. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ട് നടന്ന അതിൻ്റെ ഫലം. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറയുന്ന വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടെന്ന് പറയുന്ന കാര്യം. ആവശ്യമുള്ളവർ കണ്ടാൽ മതിയെന്നേ, അവർ ചെയ്തോളും. അല്ലാത്തവന് വഴിക്ക് പോട്ടെന്നേ. ചുമ്മാ ഈ മണ്ടത്തരങ്ങൾ ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യട്ടെന്നേ. അവൻ്റെ തലവരെ അത് നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. അറിയേണ്ടവൻ, യോഗമുള്ളവൻ അല്ലെങ്കിൽ നന്മയുള്ളവൻ അറിഞ്ഞാൽ മതിയെന്നേ. നമ്മളൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ ചെയ്യണമെന്നില്ല. അവൻ്റെ കർമ്മദോഷം വെച്ച് അവൻ പല മണ്ടത്തരങ്ങളുടെ പുറകെ പോകാനിരിക്കുമായിരിക്കും. അവൻ പോട്ടെന്നേ. നമ്മളിപ്പോൾ അത് അവരെ നിയന്ത്രിക്കാനോ അവർക്ക് നമ്മളായിട്ട് പറഞ്ഞു കൊടുത്താൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താലൊന്നും അവർ കാണത്തില്ല. അവൻ്റെ തലവരെ അതായിരിക്കും. പോയി അനുഭവിക്കാനുള്ളവർ അനുഭവിക്കട്ടെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞാൽ ഷെയർ ചെയ്യേണ്ട. ആവശ്യമുള്ളവർ കണ്ടോളും, ആവശ്യമുള്ളവർ ചെയ്തോളും, അത് മതി. സമയമായവർ, ജീവിതത്തിൽ ഒരു നന്മയുള്ളവർ ഇങ്ങനെയുള്ള അറിവുകൾ അവർ തേടിക്കണ്ടുപിടിക്കും. അവർക്ക് വേണ്ടി പറയുന്നത് അതാണ് ശരിക്കുമുള്ള. ആവശ്യമുള്ളവൻ കണ്ടെത്തും.
അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അല്ല അതൊന്ന് ഓടി നടന്നുകൊണ്ടിരിക്കും ജീവിതം മുഴുവൻ. അവൻ ഓടട്ടെ, അതവൻ്റെ കർമ്മം. പണ്ട് എന്നോട് ഒരാൾ ഇതുപോലെ ഏതാണ്ട് പറഞ്ഞപ്പോൾ പുള്ളി വലിയ ജ്ഞാനി എന്നറിയിക്കാൻ വേണ്ടി എന്നോട് ശിവവിദ്യയെക്കുറിച്ച് ഏതാണ്ട് പറഞ്ഞു. ഞാനൊന്നും പറയാൻ പോയി, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. നിന്റെ കർമ്മമാണ് നിന്റെ അറിവ്. അതിനകത്തെല്ലാം ഉണ്ട്. അതായത് നീ ചെയ്യുന്നതല്ല നിന്റെ കർമ്മദോഷമാണ്. നീ എന്നോട് ഒന്നും പറഞ്ഞിട്ട് പറയേണ്ട കാര്യമില്ല, നീ ചെയ്തോളുക. അത് ഞാൻ ചെയ്യുന്ന കാര്യം ഈശ്വരനറിയാം. അത് അൾട്ടിമേറ്റായിട്ടുള്ള കാര്യമാണ്. നീ അറിഞ്ഞ് വെച്ചിരിക്കുന്ന അറിവ് നിന്റെ കർമ്മമാണെന്ന് വെച്ചാൽ നിന്റെ കർമ്മദോഷമാണ് അതിൻ്റെ അർത്ഥം. അത് നീ അനുഭവിച്ചോളുക. ഇത്ര മാത്രമേ പറഞ്ഞു. അതോടെ അവന് മതിയായി. അതൊക്കെ കൊടുക്കുന്ന ചിലപ്പം അതൊക്കെ പറയുന്നത് ചിലപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെയുള്ള ഒരു വാചകങ്ങൾ കഴിവതും അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാതെ പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഒരിക്കലും ഈ ഈശ്വര്യമായ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരോട് അറിവ് വിളമ്പാൻ ചെല്ലരുത്. ഇവൻ ചിലപ്പം അറിവേ കാണത്തുള്ളൂ. ഞാൻ ലയിച്ചിരിക്കുന്നവനാണ്, ഞാൻ ആ തത്വത്തിൽ പ്രത്യേക രീതിയിൽ ലയിച്ചിരിക്കുന്നവനാണ്. അപ്പോൾ ഈ അറിവ് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വരുമ്പം നമ്മൾ ശ്വാസത്തിലൊരു കാര്യം ചിന്തിച്ചാൽ മതി, അതുവരെ ചിലപ്പം അവന് കർമ്മദോഷമായിട്ട് വരും. ഇതൊന്നും അറിയാതെ അവിടെ ഇവിടെയും ഓരോരുത്തരത്തൊക്കെ ആളുകൾ പ്രസംഗിക്കുകയെന്ന് കേട്ടുകൊണ്ട് മതി, നിർത്തിയേര് അവിടെ നിർത്തിയേര്. നിൻ്റെ അറിവ് നിൻ്റെ കർമ്മമാണ്, അത് നീ അനുഭവിച്ചു, ഇത്രയേ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് വിരോധമൊന്നുമില്ല, മേലാൽ നിൻ്റെ അറിവ് നിൻ്റെ ഇരിക്കട്ടെ, ഇങ്ങോട്ട് വേണ്ട. കാരണം നമ്മളത് ലയിച്ചിരിക്കുന്നവരാണ്. നീ ചെയ്തോ നിൻ്റെ കർമ്മം, ഇവിടെ നിർത്തിയത്. അതിൻ്റെ അപ്പുറത്തൊന്നും പറയേണ്ട കാര്യമില്ല. ഏതായാലും പുള്ളിക്ക് സന്തോഷമായി, പുള്ളിക്ക് സമാധാനമായി. പിന്നെ പുള്ളി നല്ല രീതിയിൽ മറുപടി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവനവൻ്റെ കർമ്മദോഷത്തിന് അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും. എനിക്കെന്തോ കുഴപ്പം. ഞാൻ പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള നല്ല കാര്യങ്ങളാണ് അറിയേണ്ടത്. നമ്മൾ ഈ അവിടെ ഇവിടെയും കേൾക്കുന്ന അറിവ്, അത് അറിവ് മാത്രമാണ്. അത് നമ്മുടെ അറിവ് വെച്ച് നമ്മളൊരു ആ ഭഗവാനിൽ സത്യസന്ധമായി ലയിച്ചിരിക്കുന്നവരോടൊന്നും പറയേണ്ട കാര്യമില്ല. എനിക്ക് പലരും പല വീഡിയോ ഷെയർ ചെയ്തു, ഞാൻ കാണാറൊന്നുമില്ല. കാരണം ഞാൻ അൾട്ടിമേറ്റായിട്ടുള്ള അതിൽ ലയിച്ചിരിക്കുന്ന ആളാണ്. പലരും ശൂന്യതയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. നിങ്ങളുടെ സ്വന്തം ബുദ്ധിക്കൊന്ന് ആലോചിച്ച് നോക്കുക. ശൂന്യതയെക്കുറിച്ച് അനുഭവിച്ചവനൊരിക്കലും അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. ശൂന്യതയാണ് ബ്രഹ്മം, ശൂന്യതയാണ് ശിവൻ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ശൂന്യത അറിഞ്ഞവന് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം എന്നാ? പറയുന്നവൻ അറിഞ്ഞിട്ടില്ല, അവന് അറിവ് മാത്രമേ ഉള്ളൂ, അനുഭവമില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മളതിനെ അനുഭവിക്കുന്നവരാണ്. ഞാൻ എപ്പോഴും പറയും, ആ കണ്ടവനൊട്ട് മിണ്ടത്തില്ല, മിണ്ടിയവനൊട്ട് കണ്ടിട്ടുമില്ല. അതാണ് ആ ബ്രഹ്മം എന്ന് പറയുന്നത്. പറയുന്നതൊക്കെ അറിവാണ്, അനുഭവം പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഏതെങ്കിലും അവധൂതന്മാർ അറിവ് വിളമ്പുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരാരും ഒന്നും അറിവ് വിളമ്പിക്കൊണ്ട് നടക്കത്തില്ല. അവർ ലയിച്ചിരിക്കത്തേ. എവിടെ ലയിച്ചിരിക്കും? അതുകൊണ്ട് നമ്മളെപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ എവിടെയും കേട്ടിട്ടുണ്ട്, അത് കൈ നമ്മുടെ ഇരിക്കുക. നമ്മൾ ആരോടും അറിവ് വിളമ്പേണ്ട കാര്യം പറഞ്ഞാൽ മനസ്സിലായി? എന്തിനാ വിളമ്പുന്നത്? അനുഭവം കൊണ്ടേ ജീവിതം മാറത്തുള്ളൂ, അറിവുകൊണ്ട് ജീവിതം മാറത്തില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഇനി ഒരു വിദ്യയും കൂടെ പറഞ്ഞുതരാം. ടെൻഷൻ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലുള്ളതാണ് ടെൻഷൻ. ഈ ടെൻഷൻ മാറാൻ വേണ്ടി നമ്മുടെ വയറ്റിൽ ഒരു ശിവലിംഗം ധ്യാനിക്കുക, സങ്കല്പിച്ചാൽ മതി. എന്നിട്ട് കണ്ണടച്ചു നമഃശിവായ എന്ന് ജപിക്കുക. നമഃശിവായ അത് ഒരു 3 തവണ ജപിച്ചിട്ട് ശിവായ നമാന്ന് ജപിക്കുക 3 തവണ. ഓം ഇല്ലാതെ തന്നെ ഇതല്ല. എന്നിട്ട് അല്പനേരം ധ്യാനിച്ചിരിക്കുക. ടെൻഷനും മാറാനും ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനും ഒക്കെ ഒരു എളുപ്പ വഴിയാണ്. ഇത് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് ആദ്യമായിട്ട് പറയുന്ന കാര്യമല്ല, എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം.
ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ടെൻഷൻ മാറാമെന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്, ടെൻഷനാണ്, ഭയങ്കര ടെൻഷനാണെന്ന് ചോദിച്ചാൽ അത് മാറാൻ വിദ്യ പറഞ്ഞു. ചിലർക്ക് പരീക്ഷ വരുമ്പോൾ ഭയങ്കര ടെൻഷൻ, ചിലർക്ക് ജോലി സംബന്ധമായ ടെൻഷൻ, ചിലർക്ക് ഒരു വേദി കയറി ഇപ്പോൾ ഒരു പ്രസംഗിക്കേണ്ടി വന്ന ടെൻഷൻ, ഇതൊക്കെ പല രീതിയിൽ ടെൻഷനുണ്ട് എല്ലാത്തിനും. പണ്ട് സ്പെയിനിൽ കുറേ നാളായി ഞാൻ വീഡിയോയിലിടയ്ക്ക് പറഞ്ഞ, സ്പെയിനിൽ ഒരാൾ അദ്ദേഹം അവിടെ ഒരു പ്രധാന പരിപാടി അവതരിപ്പിക്കുക, പരിപാടി എന്നല്ല, വലിയ ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും പല വിദഗ്ധന്മാർ വന്ന് IT-യോ അങ്ങനെയുള്ള സയൻസ് സംബന്ധമായ ഒരു ശാസ്ത്രീയമായ ഏതോ ഒരു സമ്മേളനം നടക്കുകയാണ്. അതിൻ്റെ ഫോട്ടോയൊക്കെ എനിക്ക് ഇട്ട് തന്നായിരുന്നു. ഫോട്ടോയൊക്കെ എൻ്റെ വാട്സപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഉണ്ട്, പോകത്തില്ല, വാട്സപ്പിൽ കാണും. അപ്പോൾ അതിൻ്റെ പേരുണ്ടായിരുന്നു, ഈ സയൻസ് സംബന്ധമായ കാര്യങ്ങളിൽ ഒരു സമ്മേളനമാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആളുകൾ അവിടെ എത്തും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരാളുണ്ട്. അദ്ദേഹം ആ പരിപാടിയോട് അടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് എന്തോ അതുവരെ ഇല്ലാതെ, അദ്ദേഹം നല്ലതായിട്ട് സ്റ്റേജിൽ കയറി പെർഫോമൻസ് ചെയ്യുന്ന ആളാണ്, ഒരു വല്ലാത്ത ടെൻഷനോ എന്തോ ഒരു പ്രശ്നം, അത് ഈ കണ്ണേറ് കൊണ്ടൊക്കെ കിട്ടാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ എനിക്ക് മെസ്സേജ് ചെയ്തു. അപ്പോൾ സ്പെയിനിൽ നിന്ന് അദ്ദേഹം അമ്മയ്ക്ക് മെസ്സേജ് ചെയ്ത് കൊടുത്ത് അമ്മ എനിക്ക് മെസ്സേജ് ചെയ്തു. അപ്പോൾ അവരുടെയൊക്കെ ഞാൻ നോക്കി കൊടുത്തിട്ടുള്ള ഇങ്ങനൊരു സംഭവം ഉണ്ട്, എന്നെങ്കിലും ഒരു വഴി പറഞ്ഞു കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പം ഞാനൊരു വിദ്യ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് സ്റ്റേജിൽ കയറി പെർഫോമൻസ് ചെയ്യാനും ഏറ്റവും കൂടുതൽ അംഗീകാരവും കയ്യടിയും മേടിക്കാനും ഒക്കെ സാധിച്ചു. ഒരുപാട് കോടി നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് വന്നു. ആ പരിപാടിയുടെ വീഡിയോസ് എനിക്ക് ഫോട്ടോ എല്ലാം അയച്ചു തന്നു. വലിയ പരിപാടിയാണ്, സ്റ്റേജൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകളിപ്പോൾ അതുപോലെ വലിയ ലോകത്തിലെ വലിയ ആളുകൾ പങ്കെടുക്കുന്ന. ഞാനിങ്ങനെ ഇപ്പോൾ ചെറിയ ഷർട്ടൊക്കെ ഇട്ട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ വലിയ പല ടീമുകളെയും പല കാര്യത്തിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആ മനുഷ്യൻ ഞാൻ പറഞ്ഞ ആ ഒരു വിദ്യ കൊണ്ടാണ് അന്ന് നേടിയിരുന്നത്. ഒരാളെ കാണുമ്പോൾ അതിൻ്റെ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കരുത്. ചിലപ്പോൾ ഈ അവധൂതന്മാരെ കാണുമ്പോൾ ഭ്രാന്തന്മാരെ പോലെ, പക്ഷെ അവർ ശിവനാണ്. നമ്മൾ സിമ്പിളായിട്ടൊരു കാര്യം പറയുമ്പോൾ അതുകൊണ്ട് എൻ്റെ ആ ഒരു വലിപ്പം നിങ്ങൾ മനസ്സിലാക്കരുത്. എനിക്ക് വലിപ്പമൊന്നുമില്ല, ഞാനൊരു ബിഗ് സീറോയാണ്. ആ ശിവത്തെ വിശ്വസിച്ചിരുന്ന ആളെ പറയുമായിരുന്നു. ചിലപ്പോൾ എനിക്ക് വലിയ വലിയ കാര്യങ്ങൾക്ക് ചില വിദ്യകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും, പക്ഷെ നമ്മൾ എപ്പോഴും സൈലൻ്റ് ആയിരിക്കും. നമ്മൾ ഒരിടത്തും ഈ പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. ആവശ്യമുള്ളവന് ചോദിച്ചാൽ സമയമുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും, അത്ര തന്നെ. അത് ശരിയായിട്ട് ചെയ്താൽ അവന് ബലം കിട്ടും, ചെയ്യേണ്ട രീതി പറയും. ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യമില്ല. അത് അവനവന് ആവശ്യമുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്തുക. ഇതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അയാൾക്ക് അന്ന് വലിയ ഗുണമുണ്ടായത്. അപ്പോൾ ആ ഒരു വിദ്യ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്, ടെൻഷൻ മാറേണ്ട ഒരു ചെയ്യുക. കറക്റ്റാണ് റിസൾട്ട് എനിക്ക് നേരത്തെ അനുഭവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു ടെൻഷനും അടിക്കുന്നില്ല. പരീക്ഷയ്ക്കൊക്കെ പോയാൽ നല്ല പുഷ്പം പോലെ എഴുതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പെർഫോം ചെയ്യും. പരീക്ഷയ്ക്കായിക്കോട്ടെ, സ്പോർട്സിനായിക്കോട്ടെ, ഒരു വക്കീൽ വാദിക്കുകയാണ്, വാദത്തിലായിക്കോട്ടെ, നല്ല സൂപ്പറായിട്ട് വാദിച്ചു വയ്ക്കും. ഏത് ഫീൽഡിലാണേലും വളരെ എന്നുവെച്ചാൽ ഒരു ശാസ്ത്രത്തിലുള്ളൊരു വിദ്യ പറഞ്ഞുതരാൻ പോകുന്നത്. ഏറ്റവും മിടുക്കനായിട്ട് പെർഫോമൻസ് ചെയ്യും. നമ്മൾ മുറിശ്വാസം ഉണ്ടല്ലോ, മുറിശ്വാസം എന്ന് വെച്ചാൽ ആദ്യം ദീർഘശ്വാസം എടുക്കണം, ദീർഘശ്വാസം വിടണം. ശ്വാസം ഹോൾഡ് ചെയ്യണ്ട, പിടിച്ചു വെക്കണ്ട. പതുക്കെ ദീർഘശ്വാസം എടുക്കുക, പതുക്കെ ദീർഘശ്വാസം വിടുക. നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി. ഇവിടെ മത്സരമൊന്നുമില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങളുടെ കഴിവിനെത്തും. പതുക്കെ ദീർഘശ്വാസം എടുക്കുക, പതുക്കെ ദീർഘശ്വാസം വിടുക. ശ്വാസം എടുക്കുമ്പോൾ ഓം എന്ന് മനസ്സ് ജപിക്കുക, നീട്ടി ഓം എന്ന് മനസ്സ് ജപിച്ചുകൊണ്ട് ദീർഘമായിട്ട് എടുക്കുക, ഓം എന്ന് ജപിച്ചുകൊണ്ട് ദീർഘമായിട്ട് പതുക്കെ വിടുക. ഇതൊരു 3 തവണയോ ഒക്കെ ചെയ്യുക. ഇതിനു ശേഷം മുറിശ്വാസമുണ്ട്, ഈ ചെറുശ്വാസം. ആ ചെറുശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ചെറുശ്വാസത്തിലാണ്. ഈ ചെറുശ്വാസം എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ശ്വാസമാണ്. ഇതുകൊണ്ട് അതങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. നമ്മൾ ആ ശ്വാസത്തിൽ ജീവിക്കുന്ന രീതിയിലാണ് നമ്മളെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും ചെറുശ്വാസത്തിലാണ്, മുറിശ്വാസത്തിലാണ്. അതാണ് നാച്ചുറലായിട്ട്. അത് ദൈവികമാണ്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അതെന്താണ്? ദൈവികമാണ്. അത് നമ്മൾ ജനിച്ചപ്പം തൊട്ട് ഈ ചെറുശ്വാസത്തിലാണ് ജീവിക്കുന്നത്. അത് ദൈവികമാണ്, അത് നാച്ചുറലാണ്. അത് ജനിച്ചപ്പം ഭൂമിയിലോട്ട് നമ്മൾ ആ ജനിച്ചപ്പം തൊട്ട് ഫസ്റ്റ് ശ്വാസം തൊട്ട് ഉള്ളതാണ്. ശ്വാസം എന്ന് പറഞ്ഞാൽ അത് വാശി തിരിച്ചിട്ട ശിവയാണ്, അത് ഈശ്വരനാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ അറിവല്ല കേട്ടോ. ഇതൊക്കെയാണ് ആ സത്യമായ ജ്ഞാനം.
അറിവെന്ന് പറയാൻ പറ്റില്ല. അറിവ് അവിടുന്ന് ഇവിടെ നോക്കാൻ കിട്ടും. അറിവ് എങ്ങനെയാണ്? പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് കിട്ടുന്നത്. നമ്മൾ കാണുന്ന കാര്യങ്ങൾ കൊണ്ട് അറിവ് കിട്ടും, കേൾക്കുന്ന കാര്യങ്ങൾ കൊണ്ട് അറിവ് കിട്ടും, അല്ലേ? അനുഭവിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് അറിവ് കിട്ടും, സ്പർശം, അങ്ങനെ. പക്ഷെ ഇതിനപ്പുറത്തുള്ള ജ്ഞാനമാണ് അനുഭവം. ആ അനുഭവമാണ് ജീവിതം മാറ്റുന്നത്. ഈ കിട്ടുന്ന കണ്ണുകൊണ്ട് കാണുന്നതും ചെവികൊണ്ട് അതിനൊക്കെ പോരായ്മകൾ, അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് മനസ്സിലാക്കിയെടുക്കുന്നതിനുമൊക്കെ. ഇതിൻ്റെ അപ്പുറത്തുള്ളൊരു ജ്ഞാനം നമ്മുടെ ബോധം കൊണ്ട് കിട്ടും, നമ്മുടെ ഉള്ളിലുള്ള ബോധം. അതാണ് ആ ശരിക്കുമുള്ള ജ്ഞാനം. അതിനെയാണ് ഋഷീശ്വരന്മാരും മഹർഷീശ്വരന്മാരും ഒക്കെ പ്രയോജനപ്പെടുത്തി അവർ ഈശ്വരന്മാരായി തീർന്നത്. അങ്ങനെയാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിവേ, അപ്പോൾ ഇത് മുറിശ്വാസം. ഈ മുറിശ്വാസം പിന്നെടുക്കുക. അപ്പോഴും ഓം ഓം എന്ന് മനസ്സിൽ ജപിക്കുക. അത് ഒരു 3 തവണയോ അല്ലെങ്കിൽ 4 തവണയോ 5 തവണയോ എത്രയാണെങ്കിലും എണ്ണണമൊന്നുമില്ല. ഇതൊന്നും എടുക്കുമ്പോൾ എണ്ണണ്ട. ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം ദീർഘശ്വാസം 2-3 എണ്ണം ഓമെന്ന് ജപിച്ചെടുക്കുക. പിന്നെ മുറിശ്വാസം കുറച്ച് അത് ഇതൊന്നും എണ്ണമൊന്നും വേണ്ട, ഒരു കുറച്ച് മുറിശ്വാസം എടുക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്ത് നോക്കിക്കൂ. നിങ്ങളുടെ മനസ്സ് എന്താകും? സ്റ്റേബിളാകും. മനസ്സ് ചലിക്കത്തില്ല. മനസ്സ് ചലിക്കുമ്പോഴാണ് ഭയം ഉണ്ടാകുന്നത്. മനസ്സ് ചലിക്കാതെ മനസ്സ് വളരെ സ്റ്റേബിളാകും, മൈൻഡ് സ്റ്റേബിളാകും. ചെയ്ത് നോക്കിക്കൂ. ചെയ്തവർ നേടിയിട്ടുണ്ട്. ഇതാരും പറഞ്ഞു തരത്തില്ല. ആരും ലക്ഷങ്ങൾ കൊടുക്കാത്താലും കിട്ടത്തില്ല. ഞാനീ പറഞ്ഞു തരുന്നത് മണ്ടനായിട്ടാണോ? ഇതിനെക്കാട്ടി വലിയ വിദ്യ ഞാൻ ചെയ്യുന്നു. അതൊന്നും അല്ല. കാരണം വിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ശിവവിദ്യ ചെയ്യും. അപ്പം ഇത് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ടെൻഷൻ മാറാൻ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ. ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള വരെ, എന്ന് വെച്ചാൽ അന്യമതത്തിലായിക്കോട്ടെ, പുരോഹിതന്മാരായിക്കോട്ടെ, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ട്. ഇതിന് ജാതിയോ മതമൊന്നുമില്ല. നല്ല കാര്യങ്ങളാണ്. നിങ്ങൾ പറ്റുന്ന നല്ല കാര്യങ്ങൾ ഫോളോ ചെയ്യുക, അല്ലാത്തത് ഫോളോ ചെയ്യണ്ട. തിരുമേനിമാരുണ്ട്, മറ്റു മതത്തിലുള്ളവരുണ്ട്, എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? അവരങ്ങനെ പറ്റുമെന്ന് ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അറിവിന് വേണ്ടി അറിയാം, മനസ്സിലാക്കാൻ വേണ്ടി. നമ്മളാരോടും ചെയ്യണമെന്നോ ചെയ്യണമെന്നോ പറയാറില്ല. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും ഈശ്വരമായ അനുഗ്രഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക, ഷെയർ ചെയ്യേണ്ട ആർക്കും. വേണ്ടവൻ കണ്ടെത്തിക്കോളും. പറഞ്ഞ മനസ്സിലായി. അങ്ങോട്ട് കൊടുക്കുന്നതിന് വിലയില്ല. പിന്നെ അതുമല്ല, കർമ്മദോഷമോ ചിലപ്പോൾ അവർക്കത് കിട്ടിയാലും അത് ചിലപ്പോൾ അത് പ്രയോജനപ്പെടുത്താൻ പറ്റത്തില്ല, കർമ്മദോഷമുള്ളവർക്ക്. അതുകൊണ്ടല്ല, വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനുള്ള സമയമായി കാണും. ഇതുപോലെ നല്ല കാര്യങ്ങളാണ്, അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക, അത്രയും മതി. അപ്പം ഇത് ആളുകൾക്കൊക്കെ പറഞ്ഞു തരുന്നത് അവരുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളെ അതിജീവിക്കാനും ജീവിതം നേടിയെടുക്കാനും ഭഗവാൻ പരമേശ്വരൻ എൻ്റെ മനസ്സിൽ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരണമെന്ന് ഉൾക്കണ്ണിൽ തോന്നിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ല, ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. അത് മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് നിങ്ങൾക്ക് തരുക. അത് പരമേശ്വരൻ്റെ മഹത്വം. നന്ദി. ഭഗവാന് നന്ദി പറയുക, ഭഗവാനെ സ്തുതി പറയുക. ഇനിയിപ്പോൾ എന്നെ വഴി വെച്ച് കണ്ടാൽ മിണ്ടിയില്ലേ പോലും എനിക്കൊരു വിഷമവുമില്ല, മിണ്ടിയാലും വിഷമവുമില്ല. ഇത് രണ്ടുമാണേലും സങ്കടവുമില്ല, സന്തോഷവുമില്ല. നമ്മൾ ഭഗവാനെ ലയിച്ച് വിദ്യ ചെയ്യുന്നു. നിങ്ങൾക്ക് നല്ല അനുഭവങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ പരമേശ്വരന് നന്ദി പറയുക, ശിവഭഗവാന് നന്ദി പറയുക, മഹത്വം പറയുക. ഇതൊന്നും എൻ്റെ അറിവോ എൻ്റെ കഴിവോ അല്ല. പിന്നെ ഞാൻ ചെയ്യുന്ന വിദ്യ അത് ഭഗവാനെ ധ്യാനിച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഗുരുവിൽ നിന്ന് കിട്ടിയ ചില കാര്യങ്ങളുണ്ട്. അതൊന്നുമില്ലായ്മയാണ്. അത് ഗുരുപരമ്പരയുടെ ഭാഗമായിട്ട്, സമ്പ്രദായങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ ക്രിയായോഗ ചെയ്യുന്ന ആളാണ്, ശിവവിദ്യ ചെയ്യുന്ന ആളാണ്. ധാരാളം ശിവവിദ്യകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കേട്ടുകഴിവില്ലാത്ത പോലെ കാര്യങ്ങൾ എനിക്ക് ധാരാളം വിദ്യകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ചില ഗുരുക്കന്മാർ വന്ന് എനിക്ക് അത് ഉൾജ്ഞാനത്തിൽ തരാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ആരും ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അങ്ങനെയുള്ളവർ എൻ്റെ അടുത്ത് അറിവ് വിളമ്പാൻ വന്നാൽ ഞാൻ പറയും, നിൻ്റെ കർമ്മം നീ അനുഭവിച്ചോളുക.
നിൻ്റെ ഇരിക്കട്ടത്. ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാം നിൻ്റെ ഇരിക്കട്ടെ, നിൻ്റെ കർമ്മദോഷം കൂടെ നിൻ്റെ ഇരിക്കട്ടെ എന്ന് അതിൻ്റെ അർത്ഥം. നമുക്ക് ആരോടും വിരോധമില്ല. എന്തിനാ അങ്ങനെ ആർക്കൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അവനവൻ ചെയ്യുന്ന അവനവൻ ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മളാരോടൊന്നും ഇന്നത് ഒരറിവ് അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഇരുന്നില്ല. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, ആവശ്യമുള്ളവർ ചെയ്യാനേ പറയുന്നുള്ളൂ. നല്ല കാര്യങ്ങളാണ്, അല്ലാതെ വലിയ സ്റ്റഡി ക്ലാസ്സുകളോ ഒന്നും അല്ല. ഞാൻ ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ പറയുന്നു, അത് ഫോളോ ചെയ്യുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പറയുന്നത്. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. ഒരിടത്തും ഒരുപാട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല, അറിവ് വിളമ്പുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇതുപോലെയുള്ള നല്ല വിദ്യകൾ പറഞ്ഞു കൊടുക്കുക, ഒരുപാട് ജീവിതങ്ങൾ അത് മാറ്റം വരും. അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. ഞാൻ ചെയ്യണമെന്നും ചെയ്യേണ്ടെന്നും പറയത്തില്ല, എൻ്റെ അനുഭവം പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകൾക്കുണ്ടായ മാറ്റങ്ങളാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ചെയ്യുക. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, അത് അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ഈശ്വരനാണ്. എനിക്ക് സ്വാതന്ത്ര്യമുണ്ടത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന എൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് സ്വീകരിക്കാതെ തള്ളിക്കളയാം, അതിനകത്തൊരു കുഴപ്പമില്ല. ആവശ്യമുള്ളവർ നല്ല രീതിയിൽ സ്വീകരിക്കുക, അല്ലാത്തൊരു തള്ളിക്കളയാം. നല്ല രീതിയിൽ ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്, അത്ര മാത്രമേ എനിക്കറിയത്തുള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഞാനത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ അവിടെ ഇവിടെയും കുറേ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ചിലർക്ക് തോന്നും എല്ലാം അറിഞ്ഞെന്ന്. ശിവനെക്കുറിച്ച് അറിഞ്ഞെന്ന്, വലിയ ബ്രഹ്മചര്യത്തെക്കുറിച്ച് അറിഞ്ഞെന്ന്, ശിവയോഗയെക്കുറിച്ച് അറിഞ്ഞെന്ന് ഒക്കെ ചിലർക്ക് തോന്നും. എന്ന് കരുതി ഈശ്വരീയമായ ഉപാസന ചെയ്യുന്നവരോട് ചിലപ്പം ചില അഹങ്കാര വർത്താനം പറയും. അത് പറഞ്ഞാൽ അത് കർമ്മദോഷമായിട്ട് തിരിച്ചടിക്കും. അങ്ങനെ നിങ്ങൾക്കാർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നത്, അല്ലാതെ വേറൊന്നും വേണ്ടിയല്ല. നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും എന്നും നന്മകൾ മാത്രം ഉണ്ടാകണം, അവർ തെറ്റുകളൊന്നും ചെയ്യരുത്. അതിനുവേണ്ടി പറഞ്ഞതല്ലോ കേട്ടോ, അല്ല വേറൊന്നും വേണ്ടിയല്ല. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ.